വിശാൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, താമരശ്ശേരി രൂപതയുടെ ചെറുപുഷ്പ മിഷൻ ലീഗ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മിഷനെ പരിചയപ്പെടാം, മിഷൻ പ്രവർത്തനങ്ങളിലുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, മിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാം എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പഞ്ചാബിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. വിശാൽ പ്രിയമുള്ള കുഞ്ഞുമക്കളെ, എൻ്റെ പേര് ഫാദർ സിൻറ്റോ പതിയാപറമ്പിൽ MCBS ദിവ്യകാരുണ്യ മിഷണറി സഭാംഗമാണ്. ഞാനിപ്പോൾ പഞ്ചാബിലാണ് ദൈവശുശ്രൂഷ ചെയ്യുന്നത്. എല്ലാവർക്കും മിഷൻ ഞായറിന്റെ ആശംസകളും പ്രാർത്ഥനകളും. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ശിശുക്കളോടും സുവിശേഷം പ്രസംഗിക്കുകയും മർക്കോസ് 16:15 ഈശോയുടെ ഈ ആഹ്വാനം സ്വീകരിച്ച് ലോകമെമ്പാടും ഈശോയെക്കുറിച്ച് തീക്ഷ്ണതയോടെ മിഷൻ പ്രവർത്തനം ചെയ്യുന്ന എല്ലാവരെയും ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൗത്യം അതിന്റെ തീക്ഷ്ണതയിൽ നിറവേറ്റാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു സന്യാസ സമൂഹമാണ് ദിവ്യകാരുണ്യ മിഷണറി സഭ. നമ്മൾ ഈശോയുടെ നാമം ഭാരതത്തിന്റെ നാനാ സ്ഥലങ്ങളിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈശോയുടെ നാമം അറിയിക്കാനും അവിടുത്തെ വചനം പ്രഘോഷിക്കാനും, പ്രത്യേകിച്ച് ദരിദ്രരായിട്ടുള്ളവരുടെ ഇടയിൽ അവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കാനും ഒക്കെ ദിവ്യകാരുണ്യ മിഷൻ സഭ പരിശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഞ്ചാബില് 2019 ഫരീദാബാദ് ദില്ലി രൂപതയുടെ ഭാഗമായിട്ട് ശുശ്രൂഷയിൽ പങ്കുചേരാനായിട്ട് വന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ 4 പേരാണ് മിഷണറിമാരായിട്ടുള്ളത്. നമുക്ക് ജലന്ധർ, അമൃത്സറിനും ഇടയ്ക്ക് കപൂർത്തല എന്ന് പറയുന്ന ജില്ലയിൽ ഒരു ബോർഡർ, പാകിസ്ഥാൻ ബോർഡർ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ്. അവിടെയാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ 8 വില്ലേജുകളിലായിട്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത്. നമുക്കൊരു ചെറിയ പള്ളി, ഗോവിന്ദ്വാൾ സാഹിബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയ സമൂഹം, ഒരു പള്ളിയുണ്ട്. നമ്മളിവിടെ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയിട്ടാണ് ശുശ്രൂഷ ചെയ്യുക. സീറോ മലബാർ സഭയെ ഇവിടെ ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു നിലനിൽക്കുന്ന ഒരു സമൂഹം ഇല്ല. മറിച്ച് നമ്മളിവിടെ വന്ന് ഓരോ വീടുകൾ കയറി ഇറങ്ങി ഈശോയെക്കുറിച്ച് പറഞ്ഞ് അവരെ പഠിപ്പിച്ച് മാമോദിസ മുക്കി ഈശോയെ ദിവ്യകാരുണ്യം കൊടുത്ത് അങ്ങനെ ഒരു ചെറിയ സമൂഹമായിട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദിവ്യകാരുണ്യ മിഷണറി സഭയാണ് ഇവിടെ നമ്മളുടെ മിഷൻ കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഫരീദാബാദ് രൂപത പഞ്ചാബില് 44 സ്റ്റേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്നുള്ള താമരശ്ശേരി, തലശ്ശേരി, മാനന്തവാടി രൂപതകളിൽ നിന്നുള്ള അച്ഛന്മാർ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് മിഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒപ്പം ഫരീദാബാദ് രൂപതയിൽ അച്ഛന്മാരുണ്ട്, MCBS ഫാദേഴ്സ്, CMI, CST, അതുപോലുള്ള സന്യാസ സഭയിലെ അച്ഛന്മാരും ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ടുണ്ട്. ഞങ്ങളിവിടെ 40-50ഓളം അച്ഛന്മാരും 100-150 സിസ്റ്റർമാരും സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. 1000-ലധികം ആളുകളെ നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് മാമോദിസ സ്വീകരിക്കുകയും സീറോ മലബാർ വിശ്വാസത്തിൽ സമൂഹമായിട്ട് രൂപപ്പെട്ടു വരികയാണ്. ഞാൻ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് 2019 വന്നത് ഫരീദാബാദ് രൂപതയുടെ ഒരു മിഷൻ സ്റ്റേഷനായ ഫിറോസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുന്ന് വെറും 12 കിലോമീറ്ററേ പാകിസ്ഥാൻ ബോർഡറിലേക്കുള്ളൂ. ഒരു ബോർഡർ വില്ലേജിൽ ഞാൻ വന്ന് ഒരു ചെറിയ വീട്ടിൽ അവരോട് കൂടെ താമസിച്ചു, ഭാഷ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടെ താമസിച്ചു. ഞാൻ വന്ന് 3 മാസത്തിനുള്ളിൽ ഞാൻ താമസിച്ച വീടിന് ചുറ്റുമുള്ള ഒരു 60 പേര് മാമോദിസ സ്വീകരിച്ചു. ഞാൻ ഒരു വർഷം കൊണ്ട് അവിടുന്ന് പോരുന്നതിന് മുമ്പ് 120 പേർക്ക് മാമോദിസ കൊടുക്കാനും അതിൽ 60-70 പേര് ഇന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ച് അവിടെ ഒരു 2 കിലോമീറ്റർ മാറിയാണ് കോൺവെന്റ് ഉള്ളത്. ഞങ്ങൾ കോൺവെന്റിലേക്ക് എല്ലാ ദിവസവും വില്ലേജിൽ നിന്ന് ഇരുന്നിട്ട് കുർബാനയ്ക്ക് പോകുമായിരുന്നു. അന്ന് എന്റെ കൂടെ കുട്ടികൾ എന്റെ കൂടെ കുർബാനയ്ക്ക് വരുമായിരുന്നു. അവരൊക്കെ ഇന്ന് നല്ല മക്കളായിട്ട് വളർന്ന് ഇപ്പോഴും ഡെയിലി കുർബാനയ്ക്ക് പോകുന്ന ഒരു സമൂഹമായിട്ട് അവിടെ വളർന്നു വന്നു. അതിനുശേഷം ഫരീദാബാദ് രൂപതയിൽ നിന്നും MCBS മിഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഗോവിന്ദ്വാൾ സാഹിബ് എന്ന് പറഞ്ഞ ഒരു 70 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്ത് വന്ന് വീട് വാടകയ്ക്ക് എടുത്ത് പുതിയതായിട്ട് മിഷൻ തുടങ്ങി. നമ്മൾ സ്ഥലം വാങ്ങിച്ചു, പള്ളി പണിതു, സ്ഥലം വാങ്ങിച്ചു, ആശ്രമത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ശുശ്രൂഷ മേഖലകളുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് സ്കൂള്, ഡിസ്പെൻസറികൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ കൂടുതൽ ശുശ്രൂഷ രംഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയുള്ള ആളുകൾ വളരെ അധികം മിഷണറിമാരെ സ്നേഹിക്കുകയും പ്രത്യേകിച്ച് ഈശോയുടെ നാമം പറയുന്ന ആളുകളെ, ഈശോയുടെ വചനം പറയുന്നവരെ ഇവര് വളരെയധികം ബഹുമാനിക്കുകയും
നമ്മള് മിഷണറിമാരെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോൾ ഈശോയെ കാണുന്നത് പോലെയാണ്. അത്രമാത്രം വിശ്വാസത്തോടു കൂടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മൾ കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവർക്ക് രോഗസൗഖ്യം കിട്ടുമെന്ന് അവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. രാത്രിയും പകലും ഫോൺ വിളിച്ച് നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടും. അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അതേ ഈശോയെ സ്വീകരിക്കുന്നത് പോലെ നമ്മളെ സ്വീകരിക്കും. വളരെയധികം പാവപ്പെട്ട ആളുകളാണ് ഇവിടെ ഈ ബോർഡർ ഏരിയയിലുള്ളത്. വളരെയധികം വിശ്വാസ സമൂഹത്തെ നമുക്ക് കൂടുതൽ വളർന്നു കൊണ്ടുവരാനായിട്ട് അതിന് മാത്രം സാധ്യതകൾ ഇവിടെ ഉണ്ട്. ഈശോയുടെ സജീവ സാന്നിധ്യം ദിവ്യകാരുണ്യത്തിൽ ഈശോയ്ക്ക് കൊടുക്കാന്നുള്ളതാണ്. ഇവിടെ വചനം പറയുന്ന ഒരുപാട് പാസ്റ്റർമാരെ നമ്മളിവിടെ കണ്ടു. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ദിവ്യകാരുണ്യ ഈശോയെ അനുഭവിക്കാനായിട്ട് ദാഹിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ കാണാനായിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ദിവ്യകാരുണ്യ ഈശോയെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അങ്ങനെ ഇടവകകൾ ഫോം ചെയ്യുക. നമ്മുടെ നാട്ടിലേതുപോലെ ഇവിടെ ഒരു സീറോ മലബാറിന്റെ നല്ലൊരു രൂപത ഉണ്ടായി വരാനായിട്ട് എല്ലാവരും തീക്ഷ്ണമായിട്ട് പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ മിഷൻ സൺഡേയിൽ കുഞ്ഞു മിഷണറിമാരായ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം മിഷണറിമാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവിൻ എന്നുള്ള പൗലോസ്ലീഹയുടെ ആഹ്വാനം നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം. തീക്ഷ്ണതയോടുകൂടെ മിഷണറിമാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് വേദനകളും ദുരിതങ്ങളും ദുഃഖങ്ങളിലൂടെയൊക്കെ മിഷണറിമാർ കടന്നു പോകുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. തീർച്ചയായിട്ടും കുഞ്ഞു മിഷണറിമാരായ നിങ്ങൾക്ക് ദരിദ്രർക്കോട് സുവിശേഷം പ്രഘോഷിക്കുന്ന, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും അൽമായർക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒപ്പം ഒന്നാമത്തെ നമ്മുടെ ദൗത്യം പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട് അവർക്ക് നമ്മളുമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കുക. അവർക്കുമായിട്ട് പങ്കുവെക്കാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാനായിട്ട് പറ്റും. നമ്മുടെ കഴിവുകളായിരിക്കാം, നമ്മുടെ പോക്കറ്റ് മണി ആയിരിക്കാം, കൊച്ചു കൊച്ചു ത്യാഗങ്ങളിലൂടെയൊക്കെ നമ്മൾ മിഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അത് കോൺട്രിബ്യൂട്ട് ചെയ്ത് നമ്മുടെ ഷെയർ, നമ്മുടെ പങ്ക് നമുക്ക് മിഷന് വേണ്ടിയിട്ട്, മിഷനറിമാർക്ക് വേണ്ടിയിട്ട്, സഭയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, പുതിയ സമൂഹങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ ഈശോയുടെ കരുണ മറ്റുള്ളവർക്ക് കാണിക്കുക. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് മിഷണറിമാരായിട്ട് മാറാനായിട്ട് സാധിക്കും. നമ്മളുടെ കൂട്ടുകാർക്കും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടാകാം, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കാം, സ്നേഹം കിട്ടാത്തവരുണ്ടായിരിക്കാം. അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഈ കുഞ്ഞു മിഷണറിമാരായിട്ട്, ഈശോയുടെ നല്ല മിഷണറിമാരായിട്ട് മാറാം. ഇവിടെയുള്ള ആളുകൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, രോഗികളായിട്ടുള്ളവരുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഓരോ അച്ഛന്മാരും സിസ്റ്റർമാരും അനുദിനം നമ്മൾ വീട് വിസിറ്റ് ചെയ്ത് അവരുടെ അനുദിന കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മൾ ഈ വർഷം